അനശ്വര പ്രണയത്തിന്റെ ആനന്ദ തുന്തിലമായ നാളുകൾ അയവിറക്കി രമണനെ കണ്ട് വിട പറയാൻ ചന്ദ്രിക കാത്തു നിൽക്കുകയാണ്. രമണൻ എങ്ങും പോയിട്ടില്ല, ഈ പരിസരത്ത് തന്നെയുണ്ട്. കാരണം കുറച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ചന്ദ്രികയെ ഒരുപാട് നേരം കാത്തിരിപ്പിന്റെ വിരക ദുഃഖം അനുഭവിക്കാൻ അവൻ അനുവദിക്കുകയില്ല. ഹലോ, ഒന്ന് മാറിയേടാ. എത്തിപ്പോയി, രമണൻ എത്തിപ്പോയി. തന്റെ പ്രാണപ്രിയെ നഷ്ടപ്പെടുമെന്ന് ഏതോ സിക്സ്ത് സെൻസ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. അവൻ ദൈവേദന കൊണ്ടാവും ആ കാലുകൾ ഇടറുന്നത്. മുരളിക്ക് തരൂ. ആ തകർന്ന മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. എല്ലാം കൊള്ളായി. കണ്ടിന്യൂ കണ്ടിന്യൂ. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൊങ്ങിക്കിടന്ന് ആടുവന്നു. അത് പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ? ജീവിക്കാനാണെങ്കിലും കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോവാണ്.